ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് സട്ടൻ ആൻഡ് ബൊവേറി പ്രപ്പോസ് ചെയ്ത് അതിന് എക്സ്പെരിമെൻ്റലായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തിയത് തോമസ് ഹണ്ട് മോർഗനാണ്. TH മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ, TH മോർഗൻ. TH മോർഗനാണ് ഇതിനൊരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് അഥവാ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് കൊടുത്തത്. സോ അദ്ദേഹത്തിനെ സഹായിച്ച കൊളീഗും കൂടിയാണ് ഹ്യൂഗോ ഡിവ്രിസ്. സോ ഹ്യൂഗോ ഡിവ്രിസിൻ്റെ സ്റ്റഡിയാണ് ഡിസ്കവറി ഓഫ് മ്യൂട്ടേഷൻ. സോ ഹ്യൂഗോ ഡിവ്രിസ് ഡിസ്കവറി ഓഫ് മ്യൂട്ടേഷൻ നടത്തിയിരുന്നു. സോ അത് ഒരുപാട് നമ്മുടെ തോമസ് ഹണ്ട് മോർഗനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റഡീഡ് ഇൻഹെറിറ്റൻസ് ഓഫ് മ്യൂട്ടൻ ട്രേറ്റ്സ് ഇൻ 1910. 1910 അദ്ദേഹം മ്യൂട്ടൻ ട്രേറ്റുകളിൽ, മ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ, ചേഞ്ചുകൾ, നോർമൽ ക്രോമസോമുകളിൽ ജീനുകളിലുള്ള ചേഞ്ചുകൾ, അതിൽ ചേഞ്ച് വരുന്ന ആ ട്രേറ്റുകൾ, ഫീച്ചേഴ്സുകളെ കുറിച്ചുള്ള സ്റ്റഡി നടത്തി. 1910 ഓൺവേർഡ്സ് മ്യൂട്ടൻ ട്രേറ്റുകൾ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ്, സോ ഇങ്ങനെയാണ് ഈ മ്യൂട്ടൻ ട്രേറ്റുകളിൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ മ്യൂട്ടൻ ട്രേറ്റുകൾ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി അയാൾ 1910 തൊട്ട് തോമസ് ഹണ്ട് മോർഗൻ സ്റ്റാർട്ട് ചെയ്തു. സോ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ ഹ്യൂഗോ ഡിവ്രിസിൻ്റെ ഡിസ്കവറി ഓഫ് മ്യൂട്ടേഷനാണ്. ഇത് രണ്ടും കാരണം അദ്ദേഹം എന്ത് ചെയ്തു? അയാളുടെ ഡിസ്കവറി ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ബേസിസ് ഫോർ വേരിയേഷൻ ദാറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസ്. സോ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ബേസിസ് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ TH മോർഗന് സാധിച്ചു. അപ്പോൾ ആ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അതെങ്ങനെയാണെന്ന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുക്കാനായിട്ട് നമ്മുടെ TH മോർഗനെ സഹായിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് വേരിയേഷൻ വരണതെന്ന് അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ അദ്ദേഹം അതിനു വേണ്ടി ആ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷന് വേണ്ടി അയാൾ യൂസ് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നു ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ. പഴയ ഈച്ച എന്നൊക്കെ പറയും നമ്മൾ. ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ അതാണ് നമ്മുടെ TH മോർഗൻ യൂസ് ചെയ്ത എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലാണ് ഒരുപാട് ജനറ്റിക്സിൻ്റെ മിക്കവാറും വർക്കുകൾ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡ്രോസോഫില്ല. ഒരുപാട് ജനറ്റിക്സിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ നമ്മുടെ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ സൈറ്റോളജിക്കൽ സ്റ്റഡി, സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡി. സോ സെല്ലിനെ കുറിച്ച് ഇൻഡിവിജ്വൽ സ്ട്രക്ചർ, ഫങ്ഷൻ, അല്ലെ ഓൾ അബൌട്ട് സെല്ലിനെ കുറിച്ചുള്ള എല്ലാ സ്റ്റഡീസും അതിനെ പറ്റിയും അതുപോലെ ജനറ്റിക്സിനെ പറ്റി ഏറ്റവും നല്ലൊരു റിസർച്ച് മെറ്റീരിയൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ. സോ TH മോർഗൻ ചെയ്തത് ഈ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിലാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രൂഫ് അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്, അതിലെങ്ങനെയാണ് ഇൻഹെറിറ്റഡ് ആയിട്ട് വേരിയേഷൻ വരുന്നത് എന്നുള്ളതിനൊക്കെ എക്സ്പെരിമെൻ്റലായിട്ട് വെരിഫൈ ചെയ്ത എക്സ്പെരിമെൻ്റ് മെറ്റീരിയൽ ഇതായിരുന്നു ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ. അതിൽ എന്തുകൊണ്ടാണ് ഈ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരു എക്സ്പെരിമെൻ്റ് മെറ്റീരിയലായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം കുറച്ച് റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും സ്യൂട്ടബിൾ എക്സ്പെരിമെൻ്റ് മെറ്റീരിയലായിട്ട് ജനറ്റിക്സിന് യൂസ് ചെയ്യാനുള്ള കാരണം. ഒന്നാമതായിട്ട് ഇറ്റ് കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. വളരെ സിമ്പിളായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടൊരു മീഡിയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈസിലി നമുക്ക് ഡ്രോസോഫിലിനെ വളർത്തിയെടുക്കാം. സോ ഇറ്റ് കുഡ് ബി സിംപ്ലി ഗ്രോൺ ഓൺ എന്തിനാണ് സിന്തറ്റിക് മീഡിയം. അത്ര വലിയ ഹൈലി ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മീഡിയയുടെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിന്തറ്റിക് മീഡിയയിൽ തന്നെ നമുക്ക് ഡ്രോസോഫിലിനെ വളർത്തിയെടുക്കാവുന്നതാണ്. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ അബൌട്ട് 2 weeks. ജസ്റ്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ആഴ്ചയുടെ ആവശ്യമുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 2 weeksനുള്ളിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ജനറ്റിക്സും അതിൻ്റെ സൈറ്റോളജിയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തെ റീസൺ പ്രൊഡ്യൂസസ് ന്യൂമറസ് പ്രോജനി ഫ്ലൈസ് പെർ സിംഗിൾ മീറ്റിംഗ്. ഒരൊറ്റ മീറ്റിങ്ങിൽ തന്നെ, ഒരൊറ്റ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിനുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അടുത്തത് ബ്രീഡിംഗ് കുഡ് ബി ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിനെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കണം. അതായത് അത്രയും ബ്രീഡിങ് കപ്പാസിറ്റി ഉണ്ട്. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് കണ്ടിന്യൂസ് ബ്രീഡറുടെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ് ത്രൂ ഔട്ട് ദ ഇയർ നമുക്കിതിനെ ബ്രീഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതും അതിൻ്റെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് 2 ആഴ്ച കൊണ്ട് തീരുന്നതാണ്. ഒരു മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഡ്രോസോഫില്ലയ്ക്ക് ഉണ്ട്. അടുത്തത് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ബ്രീഡ്. ഇത് ബ്രീഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ കൺവീനിയൻറ്റും ഒട്ടും ചിലവില്ല, വളരെ ചിലവില്ലാത്ത മാർഗത്തിലൂടെ തന്നെ നമുക്കിതിനെ ബ്രീഡ് ചെയ്യാവുന്നതാണ്.
അടുത്തത് ക്ലിയർ ഡിഫറൻഷിയേഷൻ ഓഫ് ദ സെക്സസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഡ്രോസോഫില്ലയിൽ മെയിലും ഫീമെയിലും ക്ലിയർ ആയിട്ട് അതിൻ്റെ സെക്സ് ഇത് ഫീമെയിലാണ് ഇത് മെയിലാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു സെക്ഷൽ ഡൈമോർഫിസം പോലെ നമുക്ക് അതിന് മെയിലും ഫീമെയിലും കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയലാണ് നമ്മുടെ ഡ്രോസോഫില്ല. അടുത്തത് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ്. ഡ്രോസോഫില്ലയിൽ ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. നമുക്ക് സാധാരണ നമ്മുടെ ലോ പവർ മൈക്രോസ്കോപ്പിൽ തന്നെ ഇതിൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ ആ ഹെറിഡിറ്ററി ആയിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോ പവർ മൈക്രോസ്കോപ്പിൽ തന്നെ ഒബ്സർവ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാവുന്നതാണ്. അതുപോലെ സൈറ്റോളജി ഈസ് ഈസി ടു സ്റ്റഡി. ഇതിൻ്റെ സെല്ല് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെല്ല്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതിൻ്റെ ആ സെല്ലുലാർ ഇൻഫർമേഷൻ എല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയലും കൂടിയാണ് ഡ്രോസോഫില്ല. സോ ഈ വക കാരണങ്ങളാൽ തന്നെ നമ്മുടെ ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ ഏറ്റവും നല്ലൊരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയലായിട്ടാണ് ജെനറ്റിക്സിൽ അല്ലെങ്കിൽ സൈറ്റോളജിക്കൽ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഇതിനെ വളരെ സിമ്പിൾ സിന്തറ്റിക് മീഡിയയിൽ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് 2 ആഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സിംഗിൾ മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ബ്രീഡിങ് നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ, റീപ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ വളരെ ഇൻഎക്സ്പെൻസീവാണ് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആണ് ഇതിനെ ബ്രീഡ് ചെയ്യാനായിട്ട്. ഒട്ടും തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ട്രാറ്റജീസിൻ്റെ ആവശ്യമില്ല. വളരെ ഇൻഎക്സ്പെൻസീവായിട്ട് നമുക്ക് ഇതിനെ ബ്രീഡ് റീപ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിൻ്റെ സെക്സ് ക്ലിയർലി ഡിസ്റ്റിങ്വിഷബിളാണ്. മെയിൽ ഫീമെയിൽ കറക്റ്റായിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹെറിഡിറ്ററി വേരിയേഷൻസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലോ പവർ മൈക്രോസ്കോപ്പിൽ കാണാനും സ്റ്റഡി ചെയ്യാനും പറ്റും. അതുപോലെ സൈറ്റോളജി, ഇതിൻ്റെ സൈറ്റോളജിക്കൽ സ്റ്റഡീസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനും എളുപ്പമാണ്. അത്രയൊക്കെയാണ് നമ്മുടെ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ. എന്തുകൊണ്ടാണ് ഇവർ ജെനറ്റിക്സിൽ അല്ലെങ്കിൽ TH മോർഗൻ ഇത് ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയലായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളതിനുള്ള ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.